എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നമുക്ക് എത്രത്തോളമാണോ നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈ ഒരു പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിലാവണ്ട, ഈ ഒരു രീതിക്കൊന്നങ്ങ് ചതച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഇതുപോലെ അങ്ങ് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടെ ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഇതിൻ്റെ പച്ചമണം ഒന്ന് അങ്ങ് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മതി മസാലകൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ, ഞാനൊരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല ഒന്ന് പിടിക്കണം കേട്ടോ. പിന്നെ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ, ഇത് വേവാനുള്ള വെള്ളമൊക്കെ. അപ്പം നന്നായിട്ട് കുറച്ച് സമയം ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ കുക്കായി ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒരു കറക്റ്റ് ഗ്രേവി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ നല്ല ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഇനി ചപ്പാത്തിയോ അപ്പോ അങ്ങനെയൊക്കെ ഉള്ളതിലേക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പത്തിലേക്കോ ചപ്പാത്തിയിലേക്കോ പൊറോട്ടയിലേക്കൊക്കെ കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു ഗ്രേവി കിട്ടാൻ കാഷ്യൂനട്ട് കുറച്ച് അരച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെപ്പർ ചിക്കന് റെഡിയായി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്